സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കേക്ക് ആണെങ്കിൽ ഈ ഗിരീഷിൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മയോട് സംസാരിക്കുമ്പം അമ്മ കേക്കയ്ക്ക് മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ രജനി പ്രഗ്നൻ്റാന്ന് അറിഞ്ഞതും കേക്ക് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവറേയും കൂട്ടി വെളിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോയി വന്നതും അവിടെ ഈ ഗിരീഷിനെയൊക്കെ നോക്കി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മളുടെ ഗിരീഷൻ വരുന്നുണ്ട്. അപ്പോൾ കാറ് കണ്ടതും ഈ കേക്ക് ചോദിക്കുന്നുണ്ട് അത് ഗിരീഷിൻ്റെ കാറാണെന്ന് നോക്കുമ്പം ഇല്ല, അവനെപ്പോഴും ബുള്ളറ്റിലാണ് പോവാറ്, അത് അവൻ്റെ സുഹൃത്തിൻ്റെ കാറാണ്. ഇപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ബൈക്കിൽ പോകണ്ടെന്ന് കരുതി കാറിൽ പോയതാണ്. അങ്ങനെ ഗിരീഷൻ വന്നിറങ്ങിയതും ഈ രജനിയാണെങ്കിൽ കേക്കയെ കണ്ടിട്ട് മനസ്സിലാവാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ ഗിരീഷിനെ ഇയാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് രജനി ചോദിക്കുന്നുണ്ട് അത് ആരാ ഗിരി എന്ന് ചോദിക്കുമ്പോൾ ആളെയൊക്കെ എനിക്കറിയാം, അയാൾ ഇവിടെ വന്നെന്തിനാണെന്നറിയില്ല, എന്തായാലും നീ ഇറങ്ങ് നമുക്ക് ചോദിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഗിരി ഇറങ്ങി വന്നിട്ട് സാറെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം അത് ഞാൻ ഗിരീഷിനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് എടോ ആ പാക്കറ്റൊക്കെ ഇങ്ങോട്ട് എടുത്തേന്ന്. അങ്ങനെ ഡ്രൈവർ കുറേ പാക്കറ്റ് കൊണ്ടുവന്ന് ഈ കേക്കയുടെ കൊടുത്തതും കേക്ക് ആ പാക്കറ്റ് എല്ലാം കൂടി രജനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ മോള് വാങ്ങിയിട്ട് പറയാമെന്ന് പറയുന്നു. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് വാങ്ങണതിന് മുമ്പ് അത് എന്താണെന്ന് പറ, എന്തായാലും നിങ്ങൾക്കുള്ള കുറച്ച് സമ്മാനമാണെന്ന് പറഞ്ഞ് ഈ രജനിയുടെ കയ്യിലേക്ക് അത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു സ്വർണ്ണ കോയിനുണ്ട്, അത് നിങ്ങൾക്ക് ജനിക്കാൻ പോണ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ്. അന്നേരം ഗിരി പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതെന്തിനാ സാർ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗിരിയുടെ അമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഗിരി ഒരു അച്ഛനാവാൻ പോവാണെന്ന്. അപ്പോൾ എൻ്റെ വക സമ്മാനം ആയിക്കോട്ടെ, ആദ്യം തന്നെ നിങ്ങളുടെ കുഞ്ഞിനെന്ന് കരുതിയ ഞാൻ പോയി കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്, ഇത് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് എനിക്കിത് സ്വീകരിക്കാൻ പറ്റില്ല സാർ, ഇതിപ്പോൾ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്ലാന്റിന് എതിര് നിൽക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർ ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആ പ്ലാന്റ് അവിടെ തുടങ്ങാൻ പറ്റാത്തത്. എന്തായാലും ഗിരീഷൻ പാർട്ടിക്കാരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം, സമരത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ എനിക്കവിടെ പ്ലാന്റ് തുടങ്ങാൻ പറ്റുമെന്ന്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് ഇല്ല സാറേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് ജനങ്ങളുടെ സുരക്ഷിതത്വം ഏറ്റവും വലുത്, എന്തായാലും ജനങ്ങളെ ചതിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല, അതിന് വേണ്ടിയിട്ട് സാർ ഈ സമ്മാനമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതെങ്കിൽ ഈ സമ്മാനമായിട്ട് സാറിന് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ ഗിരി ഒരു രീതിയിലും ഇതിനെ അനുവദിക്കില്ല എന്നാണ് പറയണതെന്ന് ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന കാര്യത്തിന് ഞാൻ സപ്പോർട്ട് നിൽക്കില്ല, അതുമാത്രമല്ല അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. ഇപ്പം തന്നെ MLAയുടെ സാങ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് എന്തായാലും MLAയുടെ സാങ്ഷന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്, അത് അധികം വൈകാതെ തന്നെ ഞാൻ നേടിയെടുക്കുകയും ചെയ്യും. പിന്നെ ആകെയുള്ള തടസ്സം ഗിരീഷിനും ഗിരീഷിൻ്റെ ആൾക്കാരോ, അതിന് എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, ഗിരീഷൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എന്നെ എതിർക്കുകയുള്ളൂ എന്ന്. ആ സമയത്ത് രജനിക്കും ഗിരീഷിൻ്റെ അമ്മയ്ക്കും നല്ല പേടിയാവുന്നുണ്ട് ഇയാളുടെ സംസാരം കേട്ടിട്ട്. അങ്ങനെ ഗിരീഷൻ പറയുന്നുണ്ട് എന്നെ കൊല്ലൂന്നാണോ സാറ് പറയണത്, അങ്ങനെ എന്നെ കൊല്ലൂന്ന് സാറ് തീരുമാനിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്കിപ്പോൾ അങ്ങനെ ചാവാൻ മനസ്സില്ല, എന്തായാലും ഞാൻ പൊരുതി തന്നെ നിൽക്കും. ഈ സമയത്ത് രജനി ഗിരിനെ പതിയെ വിളിക്കുന്നുണ്ട് ഗിരി എന്ന് പറഞ്ഞ്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് രജനി നീ മിണ്ടാതിരി, ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയ കാര്യമല്ല എന്ന് പറയുന്നു. ആ സമയത്ത് KK പറയുന്നുണ്ട് നിങ്ങളുടെ തീരുമാനം ഉറച്ചതാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല, ഇനിയിപ്പോൾ ആ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, ഇല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ തീരുമാനം മാറ്റണം എന്നൊക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞതും ഗിരീഷിൻ്റെ അമ്മ ഗിരീഷിനോട് പറയുന്നുണ്ട് ഗിരി അയാളെ പിണക്കി വിടണ്ടായിരുന്നടാ, അയാളൊക്കെ വലിയ ആളുകളല്ലേ. ആ സമയത്ത് രജനിയും പറയുന്നുണ്ട് ഈ ഗിരിയുടെ ഒരു കാര്യം, അവർക്കൊക്കെ ഒരുപാട് കാശും സ്വാധീനം ഉള്ളവരാണ്, അവർ വിചാരിച്ചാൽ നമ്മളെ ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പം ഗിരി പറയുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല, എന്തായാലും അവിടെ ആ ഒരു ഫാക്ടറി വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാവും, അറിഞ്ഞു വെച്ചുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, അതുമാത്രമല്ല ദേവികയാണെങ്കിലും ആ പ്ലാന്റിന് അനുമതി കൊടുത്തിട്ടില്ല, ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേവിക അതിന് അനുമതി കൊടുക്കുമെന്നും തോന്നണില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി ആണെങ്കിൽ ചന്ദ്രോത്ത് വന്നേക്കാണ്. ചന്ദ്രോത്ത് വന്നതും പ്രഭാവതിയോട് ഈ മുരളിയും ഗൗരിയും കൂടി ശാരികനെ കാണാൻ പോയതും ശാരികയായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഈ ശാരിക എന്താ ഇങ്ങനെ, എന്തായാലും നവീന അവളെ പഠിപ്പിച്ചോളാന്നൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ ആ കുട്ടിക്ക് വിവാഹത്തിന് സമ്മതിച്ച എന്താന്ന് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നുണ്ട് അല്ലെങ്കിലും ആ ശാരിക ദേവികേനെ കൂട്ടൊന്നുമല്ല, ഇത്തിരി അഹങ്കാരം കൂടിയ സൈസാണ്, അതുകൊണ്ടാണല്ലോ മുരളിയും ഗൗരിമോളും അവിടെ ചെന്നപ്പോൾ അവരോട് വളരെ മോശമായി തന്നെ പെരുമാറി വിട്ടത്, എന്തായാലും വിവാഹം തീരുമാനിച്ച് വയ്ക്കാന്നേ അവർ പറഞ്ഞോളൂ, അതിന് പോലും അവൾ സമ്മതിച്ചില്ല, അതുമാത്രമല്ല അവർ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും ദേവി മോൾ ഇവിടെ ഇല്ല, മോൾ വരട്ടെ, ഞാൻ മോളായിട്ട്
നന്ദനുമായിട്ട് സംസാരിച്ചിട്ട് നന്ദനെയും കൂട്ടി അവിടെ പോയി കാര്യങ്ങൾ സംസാരിക്കാൻ പറയാം. ഇതിന് ഇപ്പം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പിന്നെ നവീന് വേറെ പെണ്ണ് നോക്കേണ്ട വരുമെന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, അതല്ലേ അതിൻ്റെ ശരി. എന്തായാലും ഇതും വിചാരിച്ചുകൊണ്ട് നവീൻ എത്ര നാളാണ് വിവാഹം കഴിക്കാതെ ഇരിക്കണം. എന്തായാലും അവനിപ്പോൾ ലീവിന് വരുന്നുണ്ട്. അപ്പോൾ ശാരീരികമായിട്ടുള്ള വിവാഹം നടക്കൂല എന്ന് ഉറപ്പായ അവനക്ക് വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ വിവാഹത്തിന് ആലോചിക്കാമല്ലോ. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് ഭാർഗവി പറയണത് നേരെ. എന്തായാലും മോള് വരട്ടെ, മോളോട് ഞാൻ വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ പറയാന്ന്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിനെയും ദേവികേനെയാണ്. ദേവിക അരുന്ധതിയുടെ അടുത്ത് എന്നിട്ട്, മേഡം എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം, ഞാനാണോ അത് പറയേണ്ടത്, ദേവികയല്ലേ എന്നോട് പറയേണ്ടത്. ഞാൻ ദേവികയുടെ അടുത്ത് കംപ്ലൈൻറ്റ് എഴുതി തന്നു, എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഋഷിയെ കണ്ടെത്താമെന്നല്ലേ ദേവിക പറഞ്ഞത്. എന്നിട്ട് ഇതുവരെയും അന്വേഷണത്തിൽ ഒരു പുരോഗതിയില്ല. ഇനിയിപ്പോൾ ഋഷി ആരെങ്കിലും അപായപ്പെടുത്തി കാണുമോ ദേവികയെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, മേഡം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ച് കാണില്ല. എന്തായാലും ഋഷിക്ക് ഇവിടെയുള്ള പ്രധാന ശത്രുക്കൾ ആരാന്ന് ദേവികയ്ക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ, മേഡം അമ്മയാണോ ഉദ്ദേശിക്കണേ, അമ്മ ഒരിക്കലും ഋഷിക്കെതിരെ ഒന്നും ചെയ്യില്ല. അന്ന് അമ്മയെ അപമാനിച്ചപ്പോൾ തന്നെ നന്ദുവും അതുപോലെ അച്ഛനും മേഡത്തിനോടും ഋഷിയോടും ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അമ്മയാണ് പറഞ്ഞത്, ഈ പ്രശ്നം ഇങ്ങനെ തീരുവാണെങ്കിൽ അങ്ങോട്ട് തീർന്നോട്ടെ, ഇനി ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കണ്ട, ഋഷിയോട് ചോദിക്കാനൊന്നും പോകണ്ട, അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും, നമുക്ക് ഈ പ്രാവശ്യത്തേക്ക് ഇത് വിട്ടുകളയാന്ന്. അതുകൊണ്ടാണ് നന്ദുവും അച്ഛനും ചോദിക്കാൻ വരാതിരുന്നത്, അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതിക്ക് ബുദ്ധിയുണ്ട്. കാരണം പ്രഭാവതിക്ക് അറിയാം ലീന മരിക്കാൻ കാരണക്കാരി പ്രഭാവതിയാണെന്നും അതുപോലെ എൻ്റെ മോൻ കുറേ വർഷങ്ങളോളം കോമായി കിടന്നതും പ്രഭാവതി കാരണമാണ്. അന്ന് എൻ്റെ ഋഷിയുടെ മേത്തേക്ക് പ്രഭാവതി കാർ ഓടിച്ച് കയറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ പഠിച്ച് നല്ല നിലയിലെത്തിയാണ്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ മേഡം. ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ ഋഷിയെക്കുറിച്ച് ഒരു ദേഷ്യമില്ല. ഋഷിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ചിന്തയുള്ളൂ. അതിനുവേണ്ടി ഞാൻ മാക്സിമം എല്ലായിടത്തും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇപ്പം തന്നെ മിനിസ്റ്ററെ കണ്ട് DYSPനെ വിളിച്ച് സംസാരിപ്പിച്ചിട്ടുണ്ട്. DYSPക്ക് തന്നെ എന്നോട് ദേഷ്യമായി. എന്നാലും കുഴപ്പമില്ല, മിനിസ്റ്റർ നേരിട്ട് DYSPയെ ഓഫീസിൽ വിളിച്ചാണ് ഋഷിയുടെ അന്വേഷണം ഊർജിതമാക്കണമെന്ന് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം മേഡം. എന്തായാലും DYSP ഒരു കാര്യം പറഞ്ഞു, ഋഷി സ്റ്റേറ്റ് വിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് വിട്ട് പോയാലും ഋഷിയെ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജോലിക്കാരിയായിട്ടല്ല നിന്നെ കണ്ടിരുന്നത്, എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ്. നീയാണെങ്കിൽ ഋഷിയെ സ്വന്തം സഹോദരൻ്റെ സ്ഥാനത്താണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഋഷിയെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നിനക്കുമുണ്ട്. ഒരമ്മയുടെ വേദന നിനക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, മേഡത്തിൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. ഋഷിയെ കണ്ടെത്താനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, മേഡം സമാധാനമായിട്ടിരിക്കുന്നു. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ ദേവികയോട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ നന്ദനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പ്രഭാവതിയോട് കെവിനും ഇസബെല്ലയും പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ദേവികയ്ക്ക് അറിയില്ലല്ലോ നീ ആ ഋഷിയെ കൊന്നേക്കണേന്ന്, അതുകൊണ്ടാണ് ദേവിക അന്വേഷണത്തിൽ ഇത്രയും സജീവമായി നിൽക്കുന്നത്. അതുമാത്രമല്ല മന്ത്രി DYSPനെ വിളിച്ച് താക്കീത് ചെയ്താൽ വിട്ടിരിക്കണേ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. ഇസബെല്ലയോടും അയാൾ ഒരുപാട് ദേഷ്യപ്പെട്ടു. ആ ഒരു വിഷമത്തിലാണ് ബെല്ല എന്നെ കാണാൻ വന്നത്. എന്തായാലും ഇനിയും ദേവിക ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞാനും കെവിനും അകത്ത് പോകുന്നു തന്നെയാണ് ബെല്ല പറയണത്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അവൾ പറയണത് നേരെ, മന്ത്രിയൊക്കെ ഇടപെട്ട് അന്വേഷണം ഊർജിതമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ കുരുവിളയ്ക്ക് സത്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. അപ്പോൾ നീയും അതുപോലെ കെവിനും അറസ്റ്റിലാവും. അതുമാത്രമല്ല തെളിവ് നശിപ്പിച്ചതിനും ഋഷിയുടെ ബോഡി കുഴിച്ചു മൂടിയതിനൊക്കെയുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ സമയം നന്ദൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യുമേ, ദേവികയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, തൽക്കാലം നീ ഒന്നും പറയാൻ നിൽക്കണ്ട, ഇന്ന് മോളും കൂടി വരട്ടെ, ഞാൻ മോളോട് കാര്യമായിട്ട് തന്നെ ഒന്നും കൂടി താക്കീത് ചെയ്ത് കൊടുക്കാം. എന്നിട്ടും മോൾ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. ഋഷി ഇപ്പോൾ ജീവിച്ചിരിക്കണില്ല എന്നും ഋഷി കൊല്ലപ്പെട്ടു എന്നും അത് നിൻ്റെ കൈ കൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്നും പറയാമെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അത് തന്നെയാകുമ്പോൾ ഞാനും ആഗ്രഹിക്കണം. എന്തായാലും ദേവിക ഇനി അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കെവിനെയും ബാധിക്കും. അതുകൊണ്ട് ദേവിയോട് ഞാൻ തുറന്നു പറയാൻ തീരുമാനിച്ചേക്കാം, ഋഷി ജീവിച്ചിരിക്കുന്നില്ലെന്നും ഋഷി കൊല്ലപ്പെട്ടു അതിൻ്റെ കാരണക്കാരൻ ഞാനാണെന്നും പിന്നീടും ദേവി അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ജയിലിലേക്ക് പോയിക്കോളാം. ഇത് കേട്ടതും പ്രഭാവതിക്കാണെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ശാരികയാണെങ്കിൽ കോളേജ് വിട്ട് വന്നേക്കാണ്. അന്നേരം ഈ രാധിക ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ എന്ത് പണിയാണ് ശാരി കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് അമ്മയെ പറയണേ,
അല്ല മുരളിയും ഗൗരിയും വന്നിട്ട് നീ അവരോട് മോശമായിട്ടല്ലേ പെരുമാറിയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും മോശമായിട്ട് പെരുമാറിയിട്ടില്ല, അതൊക്കെ അമ്മയ്ക്ക് തോന്നണം, ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, എനിക്കിപ്പോൾ വിവാഹത്തിൽ താല്പര്യമില്ല, എനിക്ക് പഠിച്ച് എൻ്റേതായ ഒരു നിലയിൽ എത്തണമെന്ന് ആഗ്രഹം, അല്ലാതെ വിവാഹം കഴിച്ച് ആരുടെയെങ്കിലും വീട്ടിൽ അടുക്കളപ്പണിയായിട്ട് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടണില്ല എന്ന്. ആ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട്, അതിന് എല്ലാവരും അടുക്കളപ്പണിയായിട്ടാണോ ജീവിക്കുന്നത്? ഇപ്പോൾ തന്നെ ദേവിമോളെ വിവാഹം കഴിച്ചയച്ചിട്ട് അവക്കടെ എന്ത് കുഴപ്പമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ചേച്ചിക്ക് അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മേ, ഇപ്പോഴല്ലേ ചേച്ചിയുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ തീർന്നത്, ഇത്രയും നാളും എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. പ്രഫാൻറ്റി ചേച്ചിയെ ദ്രോഹിച്ചതിന് കണ്ണും കണക്കും കൊണ്ടുവന്നു. അത് കേട്ടത് രാധികയാണെങ്കിൽ അത് ശരിയാണല്ലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.